ലോകത്തിന്റെ ടെക്നോ പൊളിറ്റിക്കൽ രംഗം ഇന്നൊരു വലിയ സംഘർഷത്തിലാണ്. ആഗോള ടെക് ഭീമനും എക്സിന്റെ ഉടമയുമായ ഇലോൺ മസ്ക് യൂറോപ്യൻ യൂണിയനെതിരെ അതിശക്തമായ വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നു. ഡിജിറ്റൽ സർവീസസ് ആക്ട് DSA ലംഘിച്ചതിന് എക്സിന് മേൽ EU 120 മില്യൺ യൂറോ, ഏകദേശം $140 മില്യൺ പിഴ ചുമത്തിയതിന് പിന്നാലെയാണ് മസ്കിന്റെ ഞെട്ടിക്കുന്ന ആഹ്വാനം. യൂറോപ്യൻ യൂണിയനെ അബോളിഷ് ചെയ്യണം. എന്താണ് ഈ ജിയോ പൊളിറ്റിക്കൽ ക്ലാഷിന് പിന്നിലെ സമ്പൂർണ്ണ വിവരങ്ങൾ പരിശോധിക്കാം. യൂറോപ്യൻ യൂണിയന്റെ ഭരണവിഭാഗമായ യൂറോപ്യൻ കമ്മീഷനാണ് എക്സിനെതിരെ ഈ വലിയ പിഴ പ്രഖ്യാപിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ബാധകമായ ഡിജിറ്റൽ സർവീസസ് ആക്ട് പ്രകാരമുള്ള ആദ്യത്തെ ഔദ്യോഗിക നിയമലംഘന തീരുമാനം ആണിത്. ഇനി പിഴയ്ക്ക് കാരണമായ പ്രധാന ലംഘനങ്ങൾ 3 കാര്യങ്ങളിലാണ്. ഒന്നാമത്തേത്, എക്സിലെ ബ്ലൂ ചെക്ക് മാർക്ക് സിസ്റ്റം ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് EU കണ്ടെത്തി. പണം നൽകുന്ന ആർക്കും വെരിഫിക്കേഷൻ ഇല്ലാതെ ചെക്ക് മാർക്ക് ലഭിക്കുന്നത് തട്ടിപ്പുകൾക്കും ആൾമാറാട്ടങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഇത് ഒതന്റിസിറ്റി, അതായത് വിശ്വാസ്യത ഉറപ്പിക്കുന്നത് പ്രയാസകരമാക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്യങ്ങളിലെ സുതാര്യത ഇല്ലായ്മയാണ്. അതായത് പരസ്യങ്ങൾ നൽകിയവരെ കുറിച്ച്, അവർ ലക്ഷ്യമിട്ട പ്രേക്ഷകരെ കുറിച്ചുമുള്ള ആവശ്യമായ വിവരങ്ങൾ എക്സിന്റെ പരസ്യ വിവരശേഖരത്തിൽ ലഭ്യമല്ല. ഇത് വ്യാജ പരസ്യങ്ങളും സംഘടിത സ്വാധീന ക്യാമ്പയിനുകളും തിരിച്ചറിയാൻ തടസ്സമുണ്ടാക്കുന്നു. മൂന്നാമത്തേത് ഗവേഷകർക്കുള്ള വിവര ലഭ്യത ഇല്ലായ്മയാണ്. പ്ലാറ്റ്ഫോമിലെ വ്യവസ്ഥാപിത അപകട സാധ്യതകൾ പഠിക്കാനായി വിവരങ്ങൾ ആവശ്യപ്പെടുന്ന സ്വതന്ത്ര ഗവേഷകർക്ക് എക്സ് മതിയായ പ്രവേശനം നൽകുന്നില്ല എന്നതാണ്. ഇത്രയുമായ സ്ഥിതിക്ക് മറുപടി നൽകണമല്ലോ. ഇലോൺ മസ്കിന്റെ രൂക്ഷ പ്രതികരണം ഒട്ടും വൈകാതെ വന്നു. EUവിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇലോൺ മസ്ക് തന്റെ പ്ലാറ്റ്ഫോമായ എക്സിൽ തുടർച്ചയായ പോസ്റ്റുകളിലൂടെ കോപം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ ഭീമമായ പിഴ എക്സിന് മേൽ മാത്രമല്ല, വ്യക്തിപരമായി എനിക്ക് മേൽ കൂടി EU ചുമത്തിയിരിക്കുന്നു. ഇത് അസംബന്ധമാണ്. അതിലും തീവ്രമായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ആവശ്യം: യൂറോപ്യൻ യൂണിയനെ പിരിച്ചുവിടണം. സോവറിനിറ്റി, പരമാധികാരം ഓരോ രാജ്യങ്ങൾക്കും തിരികെ നൽകണം. അപ്പോൾ സർക്കാരുകൾക്ക് അവരുടെ ജനങ്ങളെ കൂടുതൽ നന്നായി പ്രതിനിധീകരിക്കാൻ സാധിക്കും. ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നും മറ്റ് ടെക് സ്ഥാപനങ്ങൾ സ്വീകരിച്ച ഒരു രഹസ്യ കരാർ എക്സ് നിരസിച്ചതിന്റെ പ്രതികാരമാണ് ഈ പിഴ എന്നും മസ്ക് ആരോപിച്ചു. ഇനി നിലവിലെ സ്ഥിതിയും പ്രത്യാഘാതങ്ങളും എന്താണ് എന്നൊന്ന് നോക്കാം. EUവിന്റെ നിലപാട് വ്യക്തമാണ്. ഈ പിഴ സെൻസർഷിപ്പ് അല്ല, മറിച്ച് സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാനുള്ള ജനാധിപത്യ പ്രക്രിയയാണ് എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ വ്യക്തമാക്കിയത്. തങ്ങൾ ഒരു രാജ്യത്തെയും ലക്ഷ്യമിടുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ എക്സിന് യൂറോപ്യൻ കമ്മീഷൻ 60 മുതൽ 90 ദിവസം വരെ സമയവും അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ കർമ്മ പദ്ധതി സമർപ്പിക്കണം. ഇനി വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ എക്സിന്റെ ആഗോള വാർഷിക വരുമാനത്തിന്റെ 6% വരെ പിഴ ചുമത്താൻ DSA നിയമം EUവിന് അധികാരം നൽകുന്നു. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ 120 മില്യൺ യൂറോ പിഴ ചുമത്തിയപ്പോൾ ഇലോൺ മസ്ക് പ്രതികരിച്ചത് പണമായല്ല, മറിച്ച് ആദർശപരമായിട്ടാണ്. യൂറോപ്യൻ യൂണിയനെ പിരിച്ചുവിടണമെന്ന്. ഇതൊരു പുതിയ സംഭവമല്ല എന്ന് വേണം പറയാൻ. ഫ്രീ സ്പീച്ച് അബ്സല്യൂട്ടിസ്റ്റ്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലെ സമ്പൂർണ്ണവാദി എന്ന് സ്വയം പ്രഖ്യാപിച്ച ശേഷം മസ്ക് അസഹിഷ്ണുതയോടെ തനിക്കെതിരെ വരുന്ന വിമർശകരെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത ചരിത്രം നമുക്കറിയാം. നിയമപരമായ ആവശ്യങ്ങൾ വന്നപ്പോൾ ബ്രിട്ടീഷ് കോടതിയുടെ ഉത്തരവിനെ വകവയ്ക്കാതെ മസ്കിന്റെ മുൻ നിലപാടും ആരും മറന്നിട്ടുണ്ടാകില്ല. ഇവിടെ യൂറോപ്യൻ യൂണിയൻ ഒരു ഡിജിറ്റൽ ഗവേണൻസ് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇലോൺ മസ്ക് അതിനെ സെൻസർഷിപ്പായി ചിത്രീകരിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിയമങ്ങൾ വളച്ചൊടിക്കാനുള്ള ശ്രമമായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനെ അബോളിഷ് ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം കേട്ട് യൂറോപ്യൻ കമ്മീഷൻ അമ്പരുക്കുമോ, അതോ മസ്കിന്റെ പെർഫോമൻസ് ആർട്ട് കണ്ട് ചിരിച്ചുകൊണ്ട് പിഴ അടയ്ക്കാൻ റിമൈൻഡർ അയക്കുമോ? ടെക് ഭീമൻ അടുത്തതായി എന്ത് പോസ്റ്റ് ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഈ സംഘർഷം ഡിജിറ്റൽ നിയന്ത്രണങ്ങളെക്കുറിച്ചും അതുപോലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇലോൺ മസ്ക് ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമോ, അതോ യൂറോപ്പിലെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമോ എന്ന് കണ്ടറിയണം.